ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് സാംസങ് ഗാലക്സി A14 എന്നൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിവൈസ് ഡെഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡെഡ് ആയി എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമുക്ക് ഡിവൈസ് നമ്മൾ അഴിച്ച് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് ഓൾറെഡി ഷീൽഡ് കട്ട് ചെയ്തിട്ടുണ്ട്. CPU റീബോളും ചെയ്തിട്ടില്ല, ഷീൽഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിനകത്തൊക്കെ നമ്മൾ കോമൺ ആയിട്ട് CPU ഡ്രൈ അല്ലെങ്കിൽ UFSലോട്ട് പോകുന്ന ലൈൻ ട്രാക്ക് മിസ്സാകുമ്പോഴൊക്കെയാണ് ഈ ഒരു കംപ്ലയിൻറ്റ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ICയും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് നോക്കുന്ന ടൈമിൽ UFSനകത്തോട്ട് വരുന്ന കണക്ഷനോ കാര്യങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല. ഇപ്പോൾ CPU ഡ്രൈ ആയത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് IC റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം രണ്ട് IC പ്രോപ്പറായിട്ട് റീബോൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ലൈഫ് കിട്ടും ഫോണിന്. അപ്പോൾ നമ്മൾ മദർ ബോർഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് IC ക്ലീൻ ചെയ്യണം. ICക്കകത്താണ് മെയിനായിട്ട് ഈ ഗമ്മ് കൂടുതലും കാണുന്നത്. അപ്പോൾ CPUവിനകത്താണ് മെയിനായിട്ട് കൂടുതലും ഗമ്മുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഈ CPU നമ്മൾ ക്ലീൻ ചെയ്താലും അതിനകത്ത് ചില ബോൾസിനകത്ത് ഇതേപോലെ ഒരു കൊറോഷൻ കാണും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു സ്റ്റീൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ടിന്നറിൽ അല്ലെങ്കിൽ IPലോ മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ പക്കയായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും UFSും അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് IC നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ CPU റീബോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന PPD എന്ന് പറയുമ്പോൾ മെക്കാനിക്കിൻ്റെ 183 എന്നുള്ള PPD ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ ബോൾസിലും പ്രോപ്പറായിട്ട് PPD ഒരേ എന്താ പറയുക ലെവലിൽ ആവുന്ന രീതിയിൽ PPD അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റീബോൾ ചെയ്ത് ഫ്ലെക്സ് ഇട്ടിട്ട് കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഹീറ്റ് അടിച്ച് പ്രോപ്പറായിട്ട് CPU റീബോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ UFSലുള്ള റീബോൾ ചെയ്യണം. അപ്പോൾ അതും അതേപോലെ തന്നെ റീബോൾ ചെയ്ത് ഫ്ലെക്സ് വിട്ടിട്ട് രണ്ടും IC പക്കയായിട്ട് റീബോൾ എടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ച മദർ ബോർഡോട്ട് നമുക്ക് രണ്ട് IC പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ തന്നെ 2-3 വീഡിയോ ഈ സെയിം മോഡൽ എന്താ പറയുക CPU റീബോൾ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ചാർജ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ കേസ്, ഇപ്പോൾ നമ്മുടെ വർക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാർജിങ് ലോ കാണിക്കുന്നുണ്ട്, ബാറ്ററിയിൽ ഒട്ടും ചാർജ് ഇല്ല. അപ്പോൾ കുറച്ചൊരു കുത്തി ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ കംപ്ലീറ്റ്ലി ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റൊരു ടേക്കിലാണ് ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.